ഹേ ഗൈസ്, വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ നമ്മുടെ നിസാൻ GT-R R34 കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ച് മടുത്തൊരു വണ്ടിയാണ് നമ്മുടെ GT-R. കാരണം ഒരുപാട് പേര് എൻ്റെ വീഡിയോ ആയിട്ട് വെയിറ്റ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു സമയമായിപ്പോയി, കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മുടെ നിസാൻ GT-R നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇരിക്കുകയാണ്. അതായത് നമ്മുടെ പോൾ വാക്കറിൻ്റെ ആ ഒരു ബ്ലൂ കളറിൽ ആ ഒരു സെയിം പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടില്ല, സിൽവർ ആ ഒരു വീല്. അപ്പോൾ നമ്മൾ വേറൊരു പാറ്റേൺ ആണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ടൈപ്പ് പാറ്റേൺ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു ബ്ലൂ കളറിൽ നമ്മൾ R34 എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും എന്തായാലും നമ്മുടെ പോൾ വാക്കറിന് ഓർമ്മ വരത്തുള്ളൂ. അതുകൊണ്ട് ഞാനും ഒരു പോൾ വാക്കർ ഫാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൂ അടിച്ച് നമ്മുടെ R34 അങ്ങനെ സെറ്റ് ചെയ്ത്. ഓക്കെ, ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ടാമിയ ബ്രാൻഡിൻ്റെയാണ് നമ്മുടെ R34, നിസാൻ GT-R R34 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ബോഡി കാര്യങ്ങളെല്ലാം ഒരു ടാമിയ ബോക്സിൽ വന്നിരിക്കുന്ന സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ അഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ല. അഡീഷണൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ വീൽസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ വീൽസ് നമ്മൾ US നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്നും എന്തായാലും കിട്ടത്തില്ല, കാരണം ഇതിൻ്റെ സ്റ്റോക്ക് വീൽസ് അത്ര ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു നല്ല അലോയ്സ് ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം രീതിയിൽ നമ്മൾ ലോവറൊക്കെ ചെയ്ത് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും നമ്മൾ മോഡിഫൈ എന്താ പറയുക, പെർഫോമൻസ് രീതിയിലാണെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ വർക്ക്സ് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതൊക്കെ കംപ്ലീറ്റ് സ്റ്റിക്കർ വർക്ക്സിൽ ചെയ്തേക്കുന്നതാണ്. ഇവിടെ ഒരു എക്സോസിൻ്റെ സ്റ്റിക്കർ ഉണ്ട്, നിസ്മോ, പിന്നെ നിസാൻ GT-R എന്ന് എഴുതിയത്, പിന്നെ ടെയിൽ ലാമ്പ് കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇതിൻ്റെ സ്പോയിലറെല്ലാം നമ്മുടെ ആ ഒരു കിറ്റിൽ വന്നതാണ്. കാരണം ഇത് വരുന്നത് ഒരു എന്താ പറയുക, പ്ലെയിൻ ബോഡിയൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ R34 എങ്ങനെയാണ് മേക്ക് ചെയ്തത്, എങ്ങനെയാണ് ഈ ഒരു രീതിയിലോട്ട് എത്തിയത്, എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിക്കർ വർക്ക്സ് ഒക്കെ ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവരും അത് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഫ്രണ്ട് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ലൈറ്റ് ഹെഡ്ലൈറ്റിൽ ലൈറ്റ് ബക്കറ്റുകൾ വന്നിട്ടുണ്ട്. ആ ഉള്ളിൽ കാണുന്ന സിൽവർ ലൈറ്റ് ബക്കറ്റ്സ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടില്ല. ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ഇൻഡിക്കേറ്റർ, 2 ഹെഡ്ലൈറ്റ് എന്ന് വെച്ചാൽ 2 ഹെഡ്ലൈറ്റ് മീൻസ് 2 ലൈറ്റ് നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഇൻഡിക്കേറ്ററും സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷനൊക്കെ നമുക്ക് ടാമിയ ഈ വണ്ടി വാങ്ങുമ്പോൾ കിട്ടും. ചില കിറ്റിനകത്ത് ഈ പറഞ്ഞ പോലെ ലൈറ്റ് കിറ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും, ചിലതിൽ ഉണ്ടാവില്ല. ഓക്കെ, അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഈ പറഞ്ഞ പോലെ ലൈറ്റ് കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ചാസിലോട്ട് പോവുകയാണെങ്കിൽ, ഇതിൻ്റെ ചാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാമിയയുടെ TT02 എന്ന് പറഞ്ഞൊരു മോഡൽ ചാസിയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടികളെല്ലാം 2006 അല്ലെങ്കിൽ 2005 ആ ഒരു ടൈമിലൊക്കെ ടാമിയ റിലീസ് ചെയ്ത വണ്ടിയാണ്. ടാമിയയുടെ കാറുകളുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി തന്നെയാണ്, അതിൻ്റെ ബോഡി വൈസ് ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ചാസിയിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ BMW M3ക്കും ഈ ഒരു സെയിം ചാസിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബോഡി ഒന്ന് ഊരി കാണിച്ചു തരാം. ഇത് TT02 എന്ന് പറഞ്ഞ മോഡലാണ്. എനിക്ക് ടാമിയയുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുതലുകളാണ്. കാരണം അത്യാവശ്യം നല്ല JDM കാർസും എല്ലാം അവരുടെ ഒരു എന്താ പറയുക, ടാമിയ ബ്രാൻഡിൽ അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ R34ൻ്റെ ചാസി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാസിലോട്ട് വരുമ്പോഴത്തേക്കും മെയിനായിട്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക്, അതായത് ഒരു നോർമൽ നമ്മുടെ ഇപ്പോൾ ലാൻസർ ഇവോയിലിരിക്കുന്ന ഇവോൻ്റെ പ്ലാസ്റ്റിക്, ഇവോൻ്റെ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും അതിൽ പറഞ്ഞുതരാം അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി. ഇതിൻ്റെ ചാസി ഇരിക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് അല്ല. ഈ ഒരു സംഭവം ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, ഫ്ലെക്സിബിളാണ്. ഇതൊക്കെ ഫ്ലെക്സിബിളാണ്. പക്ഷേ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ വീലാമ്, ഈ പോയിരിക്കുന്ന ഓരോ ജോയിൻസ്, ഇതൊന്നും ഫ്ലെക്സിബിൾ അല്ല. ഈ അടിയിൽ കാണുന്ന കേട്ടോ ഈ ഒരു സംഭവം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഈ വണ്ടി പെട്ടെന്ന് ഭയങ്കര സ്പീഡിലൊക്കെ കൊണ്ടുപോയി. കാരണം ഇതിനകത്ത് സ്റ്റോക്ക് വരുന്ന മോട്ടർ എന്ന് പറഞ്ഞാൽ 2S ആണ്, 2S ESC. ടാമിയയുടെ തന്നെ ഫുൾ മറ്റേ ഇലക്ട്രോണിക്സ് ഒക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. നമ്മൾ ഒരു അപ്ഗ്രേഡേഷനും മോഡിഫിക്കേഷനും ഒന്നും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. 2S സ്റ്റോക്ക് കണ്ടീഷൻ ഒരു മോട്ടറാണ് ഇരിക്കുന്നത്. ഈ മോട്ടറിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40 കിലോമീറ്റർ ആ ഒരു റേഞ്ച്, അല്ലെങ്കിൽ 40-ന് താഴെ അത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ. നമ്മളിത് അപ്ഗ്രേഡ് ചെയ്ത് ബ്രഷ്ലെസ്സിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് പെർഫോമൻസ് ഉണ്ടാവും. നമ്മുടെ ഇവോ ബ്രഷ്ലെസ് അപ്ഗ്രേഡർ അല്ല, സ്റ്റോക്ക് കണ്ടീഷൻ അങ്ങനെയാണ്. അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഈ ഒരു ചാസിയിൽ തോന്നിയിട്ടുള്ളൂ. കാരണം ഈ സംഭവങ്ങളെല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കണ്ടോ, ഈ ഒരു പ്ലാസ്റ്റിക് എല്ലാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോബ്ലം മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ അതേപോലെ ഇതിൻ്റെ എന്താ പറയുക, വീൽ ക്യാമ്പറിങ്, അതായത് നമുക്ക് പഴയ നമ്മുടെ R35 ഇതിലൊക്കെ നമുക്ക് വീലിങ്ങനെ ക്യാമ്പർ ഇതിങ്ങനെ ചെരിച്ചൊക്കെ വെക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഈ ഒരു ചാസിൽ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വീലാണ് കണ്ടോ, ഒരു അഡ്ജസ്റ്റബിൾ ടൈപ്പ് അല്ല, ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ലെവല് ആയിട്ടുള്ളൊരു അപ്പറാമാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കപ്പോൾ അങ്ങനത്തെ ടൈപ്പ് മോഡിഫിക്കേഷൻ ഒന്നും നമുക്ക് ഇതിൽ നടക്കത്തില്ല. ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ സെൻട്രലിൽ വരുന്ന ഡ്രൈവ് ഷാഫ്റ്റ് നമുക്ക് മെറ്റലാക്കാൻ പറ്റും. പിന്നെ ബ്രഷ്ലെസ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഈ ചാസിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ നമ്മുടെ TT02 ചാസിനെ കുറിച്ച് പറയാനാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഒരുപാട് ആഗ്രഹിച്ച വണ്ടിയാണ്, ഒരുപാട് അന്വേഷിച്ച് നടന്ന വണ്ടിയാണ്. അങ്ങനെ ലാസ്റ്റ് കുറേ നാൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വർഷമായി എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ട്. ഇതിൻ്റെ കുറേ റീൽ വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ R34 നല്ലൊരു കിട്ടില്ല വീഡിയോ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മഴ കാരണം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ആ പരിപാടി വേണ്ടെന്ന് വെച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ, R34 വീഡിയോ. ഇതെന്തായാലും എനിക്കറിയാം നല്ലപോലെ നമുക്ക് വിഷ്വലി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ എന്തായാലും സുപ്രയുടെ വീഡിയോ ഇറക്കുമ്പോൾ R34 വന്നാലും എന്തായാലും സുപ്ര ഉണ്ടാവും. സുപ്രയുടെ വീഡിയോ ഇറക്കുമ്പോൾ മാക്സിമം നന്നായിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ ഞാൻ ഇതിൻ്റെ ബിൽഡ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ പെയിൻറ്റൊക്കെ ചെയ്ത്, എങ്ങനെയാണ് നമ്മുടെ R34 ഇങ്ങനെ ആയെന്നുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ എൻഡിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ RC ജീപ്പിൻ്റെ വീഡിയോ ആണ്, നമ്മൾ ഈ വിഞ്ച് വെച്ച വീഡിയോ ആണ് ലാസ്റ്റ് ഇട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ലൈറ്റ് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ബാർ LED സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഹെഡ്ജിലായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോണറ്റ് മേലെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഇലക്ട്രോണിക് ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 3-4 മോഡുണ്ട്. ആ മോഡിൽ ഈ ലൈറ്റ്സുകൾ വർക്ക് ചെയ്യും. അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇങ്ങനെ ഉണ്ടോ നമ്മുടെ ലൈറ്റുകളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബോർഡിലോട്ടാണ്. ഈ ഒരു ബോർഡിൽ ഒരു 3-4 മോഡുണ്ട്. ഇവിടെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്, നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹെഡ്ലൈറ്റ്, പിന്നെ ബോണറ്റിൻ നമ്മളൊരു എന്താ പറയുക, മഞ്ഞ ഗ്രീൻ ആ ഒരു ടൈപ്പ് ലൈറ്റാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. പിന്നെ നമ്മുടെ ക്യാരിയറിൽ യെല്ലോ 2 സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബാർ LED, പിന്നെയും കുറച്ച് ലൈറ്റുകൾ നമുക്ക് വേണമെങ്കിൽ വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. യെസ്, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. അപ്പോൾ ഞാനിനി ഓരോ സ്വിച്ചുകൾ ഇട്ടിട്ട് ഇതിൻ്റെ മോഡ് എങ്ങനെയാണെന്നുള്ള സംഭവം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഗൈസ്, പള്ളിപ്പെരുന്നാൾ പോലത്തെ സെറ്റപ്പാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടെയിൽ ലാമ്പ് മിന്നുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ലെവലിലാണ് ഗൈസ് ഈ ഒരു മോഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ മോഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇതിൻ്റെ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലാണ് നമ്മുടെ സെറ്റപ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡിൽ കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ബാർ LEDയും ആ യെല്ലോയും പിന്നെ ബാക്കിലെ ബ്രേക്ക് ലൈറ്റും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത മോഡ് നോക്കാം. ഓക്കെ, അടുത്ത മോഡിൽ ഇങ്ങനെ ഒരുമിച്ച് ബ്ലിങ്ക് ചെയ്യും. ഈ ഒരു മോഡിൽ ഹെഡ് ലൈറ്റ്, പിന്നെ അതേപോലെ ബോണറ്റ് മേലെ ലൈറ്റ്, പിന്നെ മുകളിലത്തെ യെല്ലോ, ബാക്കിലെ ടെയിൽ ലാമ്പ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലൈറ്റിൻ്റെ പരിപാടികൾ. ഗൈസ്, ലൈറ്റ് ഇടാൻ നോക്കിയപ്പോഴത്തേക്ക് കറണ്ട് പോയിട്ടാണ്. ലൈറ്റ് ഓഫ് ചെയ്യണ്ടായിരുന്നു ഗൈസ്, കറണ്ട് പോയി ഗൈസ്.